السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله. أما بعد فأوصيكم ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم. തസവ്വുഫ് കലാം കേരളത്തിൻ്റെ പാരമ്പര്യം. പാരമ്പര്യം നിസ്ബുൽ അസ്ഫിയ, അതാണ് വിഷയം. അൽഹംദുലില്ലാ, നല്ല വിഷയം. അതിന് ഒരുപാട് ജവാനിബ് ഭാഗങ്ങളുണ്ട്. കലാമും തസവ്വുഫും കലാമിന് ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞു കിടന്നിട്ടുണ്ട്. ഇൽമുൽ കലാം എന്ന് പറയുന്നത് ആദ്യം അതിൻ്റെ മൗളൂആയിരുന്നത് ദാത്തുല്ലാഹി തആല വസിഫാത്തുഹു, അല്ലാഹു തആലയുടെ ദാത്തും സിഫത്തുകളുമായിരുന്നു. ഞാനതിൻ്റെ തതവ്വുറാത്തിലേക്ക് കടക്കുന്നില്ല, എൻ്റെ വിഷയമല്ല. പിന്നീട് ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് അതിൻ്റെ മൗളൂഅ് അൽ മഅലൂമു മിൻ ഹൈസു ഇന്നഹു യുസ്ബത്തു ബിഹി അഖായിദു ദീനിയ. അൽ മഅലൂം എന്ന് പറയുമ്പോൾ മാ ശഅ്നുഹുൽ ഇൽം, അറിയാൻ പറ്റുന്ന ഏത് കാര്യവും. മിൻ ഹൈസു യുസ്ബത്തു ബിഹി അഖായിദു ദീനിയ, ദീനീ വിശ്വാസങ്ങളെ സ്ഥിരപ്പെടുത്താൻ പര്യാപ്തമായ രീതിയിൽ അറിയാൻ സാധിക്കുന്ന ഏത് കാര്യങ്ങളും ഇൽമുൽ കലാമിൻ്റെ മൗളൂആണ്. ആകാശമാകാം, ഭൂമിയാകാം, അന്തരീക്ഷത്തിലെ സാധനങ്ങളാകാം, അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും ഒരുവിധം ഇൽമുൽ കലാമിൻ്റെ മൗളൂആണ്. അതേസമയം തസവ്വുഫിൻ്റെ മൗളൂഅ്, തസവ്വുഫ് ഇൽമി അമലി രണ്ട് വിധമുണ്ട് എന്ന് ഇമാം അഹ്മദ് അദ്ദിർദീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ശറഹുൽ ഖരീദത്തിൽ ബഹിയ്യയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് കടക്കുന്നില്ല. തസവ്വുഫിൻ്റെ മൗളൂഅ് അൽ അഖ്ലാഖുൽ മുഹമ്മദിയ്യ മിൻ ഹൈസു തഖല്ലുഖു ബിഹാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾക്കൊണ്ട, അല്ലെങ്കിൽ കാണിച്ചു തന്ന, അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്ന, പ്രാക്ടിക്കലായി ബോധ്യപ്പെടുത്തി തന്ന സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങൾ ഓരോ മുക്കല്ലഫ്
ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ, മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ലാതെ ആരും ഉൾക്കൊണ്ടിരിക്കണം. ആ സ്വഭാവം മനുഷ്യൻ ഉൾക്കൊള്ളുക എന്ന വിധേയനെ അൽ അഖ്ലാഖുൽ മുഹമ്മദിയ്യയാണ് തസവൂഫിലെ ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും വലിയ ലിങ്കുണ്ട് എന്ന് പറയേണ്ടതില്ല. കലാമാകാൻ തസവൂഫ് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ കേവലം ചർച്ചകളും സംസാരങ്ങളുമായി മാറും. തസവൂഫാകാനാകട്ടെ കലാമും അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും കാട് കയറിയവരുടെയോ സന്യാസിമാരുടെയോ മറ്റോ ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഭായിമാരുടെ, ഇങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള ചിന്തകളും തസവൂഫാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. അപ്പൊ തസവൂഫാകാൻ ഇൽമുൽ കലാം വേണം. ഇൽമുൽ കലാമാകുന്നതിന് തസവൂഫ് വേണം. അതാണ് മഹാനായ സയ്യിദി ഖുത്ബുസ്സമാൻ മമ്പുറന്തങ്ങൾ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പഠിപ്പിച്ചത്. സമയത്ര 1 മണിക്കൂറല്ലേ? നഫായിസുദ് ദുറരി, കിതാബുൽ അദ്കിയ, ജൗഹറത്തുത് തൗഹീദി, റിസ്ഖുൽ അസ്ഫിയ. നഫായിസുദ് ദുറർ നമുക്കറിയാം, ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ, നിങ്ങൾ കേട്ടതായിരിക്കും, അതുകൊണ്ട് അത് പറയേണ്ടതില്ല. കിതാബുൽ അദ്കിയ, ജൗഹറത്തുത് തൗഹീദ്, ഇത് മൂന്നും കൂടെ കൂടുമ്പോൾ റിസ്ഖുൽ അസ്ഫിയ. മനുഷ്യൻ ശരിയായ മനുഷ്യനാകണമെങ്കിൽ സൊഫിയാകണം. സൊഫിയിന്റെ ബഹുവചനമാണല്ലോ അസ്ഫിയ. മനുഷ്യന്റെ മനുഷ്യത്വം എന്നത് ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ശുദ്ധിയാണ്. ഈ ശുദ്ധി കൈവരിച്ച ആളുകളുടെ റിസ്ഖ് എന്ന് പറയുമ്പോൾ കേവലം ഫുഡ് എന്ന് പറഞ്ഞുകൂടാ. അർറിസ്ഖു ഇൻദനാ അൽ മുൻതഫഉ ബിഹി, ശർഹുൽ അഖായിദിനും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ അഖീദ പ്രകാരം ഏത് ഉപകാര വസ്തുക്കളും റിസ്ഖാണ്. മുഴുവൻ നൽകുന്നവൻ അല്ലാഹു തആലയാണ്. അപ്പോൾ ഒരു ശരിയായ മനുഷ്യനാകാൻ ഈ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ശുദ്ധി, ഈ ശുദ്ധി ഇല്ലെങ്കിൽ മനുഷ്യനാകില്ല. കാട്ടുമൃഗത്തെ പോലെയോ മറ്റു മൃഗങ്ങളെ പോലെയോ മൃഗീയമായ സ്വഭാവമായിരിക്കും ആള് രൂപത്തിൽ, മനുഷ്യരൂപത്തിലുള്ള ആൾക്ക് ഉണ്ടാവുക. വേണമെങ്കിൽ വിവിധ വന്യമൃഗങ്ങളിൽ പരന്നുകിടക്കുന്ന ദുർഗുണങ്ങൾ മുഴുവനും കൂടെ മനുഷ്യനിൽ മേളിച്ചേക്കും. അപ്പൊ മനുഷ്യൻ ഉലൈക കൽഅൻആമി ബൽ ഹും അളൽ, മൃഗങ്ങളെക്കാൾ അധപതിച്ചവനാവും. ഇത് വരാതിരിക്കാൻ കലാമും തസവ്വുഫും സംയോജിപ്പിക്കണം. കലാമിന്റെ ശരിയായ രീതി ഏത് എന്ന് മനസ്സിലാക്കാതെ ഇൽമുൽ കലാമിൽ ഇറങ്ങിയാൽ
നമ്മൾ പഠിച്ചതും കേട്ടതുമാണ്. അതിനെ മഹാരഥന്മാർ വളരെ നന്നായി വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് കാലത്തെ ഫിലോസഫി ചിന്താഗതിക്കാരിൽ അല്ലെങ്കിൽ അത് അവകാശപ്പെടുന്നവരിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഉള്ളതായി നാമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്ക് ഇൽമുൽ കലാം ചെറുപ്പത്തിൽ മദ്രസകളിൽ നിന്ന് വേണമെങ്കിൽ 2ാം ക്ലാസ്സിൽ മുതൽ അള്ളാഹുവിൻ്റെ സിഫാത്തിനെ പഠിക്കുമ്പോൾ അത് പഠിക്കേണ്ട വിധം പഠിച്ചാൽ, ഉൾക്കൊണ്ടാൽ അവനിൽ തസവ്വുഫ് നിർബന്ധമാണ്, സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ്. മുമ്പ് വടകര മുഹമ്മദ് അയ്യർ പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയുള്ളാഹ്, തർക്കമില്ലാത്ത ഒരു വലിയായിരുന്നല്ലോ അവർ. അവരുടെ ഇപ്പോഴുള്ള മക്കാമിന്റെ തൊട്ട് ചേർന്ന് ആണ് അവരുടെ വീട്. ആ വീടിനോട് ചേർന്ന് അവർ നിർമ്മിച്ച മസ്ജിദിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും റയീസുൽ ഉലമയും എല്ലാ നേതാക്കളുമുണ്ട്. അവിടുത്തെ ഒരു ഹാലിയായ ഇൽമ് എന്ന നിലയിൽ നേതാക്കളൊക്കെ ഔലിയാഇനെയും അവരുടെ മഹത്വങ്ങളെയും പ്രസംഗിച്ചപ്പോൾ അവസാനം മൈക്ക് പോയിന്റിൽ വലിയുല്ലാഹി മുഹമ്മദ് അയ്യർ പാപ്പ നിന്നു. അവർ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരാണ് ഔലിയാ എന്നറിയോ? അള്ളാഹുവിനെ പഠിച്ച് മനസ്സിലാക്കിയ ഉലമാ ആണ് അള്ളാഹുവിന്റെ ഔലിയാ. എന്തുകൊണ്ട്? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹു തആല പറയുന്നു, അള്ളാഹുവിന്റെ അടിയാറുകളിൽ നിന്ന് ഉലമാ മാത്രമാണ് അള്ളാഹുവിനെ ഭയക്കുന്നവർ. അള്ളാഹുവിനെ ഭയക്കണമെങ്കിൽ, ഭയം വരണമെങ്കിൽ അള്ളാഹുവിനെ അറിയണം. അറിയാൻ അഖീദയുടെ കിതാബുകൾ നന്നായി ഓതി പഠിക്കണം. ഇത് പഠിച്ചവർ ഉലമാ ആണ്. അതുകൊണ്ട് ഉലമാ ആണ് ഔലിയാ എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചത് കേട്ടത് ഓർമ്മ വരുന്നു. മഹാനായ ശൈഖുനാ ബഹറുൽ ഉലൂം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന ആയത്തും ദാലിക ലിമൻ ഖശിയ റബ്ബ എന്ന ആയത്തും കൂടെ സംയോജിപ്പിച്ച് പറയാറുള്ളത് കേട്ടിട്ടുണ്ട്. രണ്ടായത്തുകളിൽ നിന്ന് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ സൂറത്തുൽ ബയ്യിനയിലെ ആയത്തുകളും കൂടെ ചേർത്ത് വെച്ചാൽ ഒരു ഖിയാസ്, ശിക്കലവരിനാലുള്ള ഒരു ഖിയാസ് കിട്ടും. ആ ഖിയാസ് ഇമാം സനൂസി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ശറഹുൽ അഖീദത്തിൽ വുസ്താ എന്ന കിതാബിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോഴാണ് ബഹറുൽ ഉലൂമിന് അന്ന് ആ കിതാബ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. ബഹറുൽ ഉലൂമിന്റെ അടുത്ത് ആ കിതാബ് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അതൊക്കെ പ്രകാശിതമായത്. അവര് പറയും, ഖൈറുൽ ബരിയ മൻ ഖശിയല്ലാഹ തആല. ഖൈറുൽ ബരിയ മൻ ഖശിയല്ലാഹ തആല. അങ്ങനെ ഖൈറുൽ ബരിയതി മൻ ഖശിയല്ലാഹ തആല. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ മൻ ഖശിയല്ലാഹ തആല, അല്ലാഹു തആലയെ ഭയന്നിട്ടുള്ളവരാണ്. എന്നാൽ സൂറയായി
കുബറ എന്താ? വമൻ ഖശിയല്ലാഹ തആല ഹുമുൽ ഉലമാ. മൻ ഖശിയല്ലാഹ തആല ഹുമുൽ ഉലമാ. അല്ലാഹുവിനെ പേടിച്ചിട്ടുള്ളവർ അവരാകട്ടെ ഉലമാ മാത്രവുമാണ്. അപ്പൊ നതീജ എന്തായി? ഖൈറുൽ ബരിയത്തി ഹുമുൽ ഉലമാ. ശക്രവലാണല്ലോ. ഖൈറുൽ ബരിയത്തി മൻ ഖശിയല്ലാഹ തആല വമൻ ഖശിയല്ലാഹ തആല ഹുമുൽ ഉലമാ. അപ്പൊ നതീജ ഫഖൈറുൽ ബരിയത്തി ഹുമുൽ ഉലമാ. സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ ഉലമാ മാത്രമാണ്. ഉലമാവിന് ഈ ഖശിയത്ത് ലഭിക്കാൻ അല്ലാഹു തആലയെ അറിയേണ്ട വിധം അറിയുന്നു. ഒന്നും വേണ്ട, അല്ലാഹുവിന്റെ സിഫാത്ത് മനസ്സിലാക്കുമ്പോൾ കേരളീയ പാരമ്പര്യല്ലേ, മദ്രസ മുതൽ അല്ലെങ്കിൽ ഓത്തുപള്ളി മുതൽ അല്ലാഹുവിന്റെ സിഫാത്തിൽ ഒന്നാമതായി അല്ലാഹു മൗജൂദുൻ. വുജൂദ് എന്ന നഫ്സിയായ സിഫത്തിനെ നാം പഠിക്കുന്നതോടുകൂടെ മൗജൂദ്, വുജൂദ്, ഉണ്മ എന്നത് അല്ലാഹുവിന്റെ മാത്രം സ്വഭാവമാണ് എന്ന് ബോധ്യപ്പെടുന്നു. അല്ലാഹുവിനോടാകട്ടെ ദാത്തിലോ സിഫത്തുകളിലോ പ്രവർത്തനങ്ങളിലോ തുല്യമായി ആരും ഉണ്ടാവുക എന്നത് അസാധ്യവുമാണ്. അഥവാ അഖ്ലിയായ മുഹാന. അല്ലാഹുവിനോട് ദാത്തിലോ സത്തയിലോ സിഫത്തുകളിലോ ഫീലുകളിലോ തുല്യമായി മറ്റേതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടാവുക എന്നത് അഖ്ലിയായ മുഹാലാണ്. ഒരു നിലക്കും ആലോചിക്കാൻ കഴിയാത്ത അസംഭവ്യമാണ്, അസാധ്യമാണ്. അപ്പൊ അല്ലാഹു മൗജൂദുൻ, വുജൂദ് അല്ലാഹുവിനാണുള്ളത്. ബാക്കിയുള്ളതെല്ലാം മൂജദുകൾ. നമ്മൾ പഠിച്ച പാരമ്പര്യം അതാണ്. ഞങ്ങൾക്ക് ശർഹുൽ അഖായിദ് ഓതി തന്നപ്പോൾ ശൈഖുന റഈസുൽ ഉലമ അങ്ങനെയാണ് പറഞ്ഞത്, വുജൂദ് അല്ലാഹുവിൻ്റെത് മാത്രം. അപ്പൊ നമ്മളൊന്നും ഇല്ലേ എന്ന ചോദ്യത്തിന് മറുപടി, നമ്മൾ ഉണ്ടാക്കപ്പെട്ടവരാണ്, മൂജദുകൾ. മൗജൂദ് ആര് മാത്രം? അല്ലാഹു മാത്രം. അല്ലാഹു തആലയുടെ ദാത്തും സിഫത്തുകളുമല്ലാതെ ഈ പ്രപഞ്ചലോകത്തെ ഏത് സാധനങ്ങളാണെങ്കിലും വലുതോ ചെറുതോ ഉൽവിയോ സുഫ്ലിയോ ഏതാകട്ടെ, അറലോ ജൗഹറോ ഏതാകട്ടെ, തടികൾ സത്തകളോ ഗുണങ്ങളോ ഏതാവട്ടെ, അത് മുഴുവൻ മൂജദുകളാണ്. അവിടെയാണ് കലാമും തസവുഫും കൂടി മേളിച്ച മഹാരഥന്മാർ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നിന്ന് വിശ്വാസമായി ചാടുന്നത് ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു മൗജൂദില്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതൊക്കെ ഊഹാപോഹങ്ങളാണെന്നല്ല, തോന്നലുകളാണെന്നല്ല. ലാദിരിയത്ത് എന്ന വിഡ്ഢികൾ പറയുന്ന പോലുള്ള വിഡ്ഢിത്തമല്ല. ബാക്കി പ്രാപഞ്ചിക വസ്തുക്കൾ മുഴുവനും എന്തുമാത്രമാണ്? മൂജദുകൾ. അല്ലാഹു തആല ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാക്കപ്പെട്ട വസ്തുക്കൾ മാത്രമാണ്. ഇങ്ങനെ വരുമ്പോൾ ഇനി അല്ലാഹുവിനപ്പുറം ഒന്നിനെങ്ങനെ തേടാൻ കഴിയും? ഇതുകൊണ്ട് ആരിഫീങ്ങൾക്ക് ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സ്ഥാനത്ത് ചൊല്ലാൻ പറ്റിയ ദിക്റായി അവരുടെ വിറുതുകളിലും റാത്തിബുകളിലും ലാ മൗജൂദ ഇല്ലല്ലാഹു സജീവമായി. ഇത് ശങ്കരാചാര്യന്റെ അദ്വൈതമല്ല, ഇത് വാസ്തവമാണ്, നിർമ്മിച്ചുണ്ടാക്കിയതല്ല.
അങ്ങനെ നാം അതിനെക്കുറിച്ച് ആ രീതിയിൽ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ആ വുജൂദിൽ ചിന്തിച്ച ഒരുപാട് മഹാരഥന്മാർ അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ വുജൂദുള്ളൂ, ബാക്കിയുള്ളവ മുഴുവൻ മൂജതുകളാണ് എന്ന് ധാരാളം കണ്ടെത്തുകയും അതിന് വലിയ വലിയ രേഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. സമയം അനുവദിക്കുന്നില്ല. ഇനി അള്ളാഹുവിന്റെ സിഫത്ത് ഖിദം, അനാദ്യമാവുക എന്ന സിഫത്ത് ആരും ഏത് സാധനങ്ങളുടെയും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എത്ര കാലമുള്ള പഴക്കമുണ്ട്, പരിചയമുണ്ട്, ഡോക്ടേഴ്സിനെ അന്വേഷിക്കുമ്പോഴും അത് നോക്കും, എഞ്ചിനീയറെ ചോദിക്കുമ്പോഴും അത് പരതും, വ്യവസായ സ്ഥാപനങ്ങളെ അന്വേഷിച്ചാലും അത് പരതും. പുതിയത് അത് റെയിലിൽ കയറിയോ ഇല്ലേ പിടുത്തം കിട്ടൂല, അതിന് നിലനിൽപ്പുണ്ടാകുമോ ഇല്ലേ ഒരു പിടിപാടുണ്ടാവൂല. അതേസമയം വളരെ പഴക്കമുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു പ്രതീക്ഷയായിരിക്കും. അപ്പൊ അള്ളാഹുവിനോളം പഴക്കമുള്ള വേറൊന്നും ഇല്ലാത്തതിനാൽ, അള്ളാഹുവിനോളം പഴക്കമുള്ള വേറൊന്നും ഇല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ അപ്പോ ഈ ഖിദം, ഈ അനാദ്യമാവുക എന്ന സെൽബിയായ സിഫത്താണല്ലോ അത്. തുടക്കമില്ലാതിരിക്കുക, തുടക്കമില്ലാത്തവനാവുക. എത്ര കാലപ്പഴക്കം? അനന്തമാണ്. അല്ലാഹു തആലയിൽ മാത്രം ഉയർമുത്തനാഹി സാധ്യമാണ്. അല്ലാഹു സമയം കൊണ്ടോ സ്ഥലങ്ങളെ കൊണ്ടോ അങ്ങനെ സ്ഥലകാലങ്ങളെ കൊണ്ടൊന്നും പരിമിതപ്പെടാത്തവനാകയാൽ അല്ലാഹു തആലയിൽ ഈ ഉയർമുത്തനാഹി സാധ്യമാണ്. ഇനിയിരിക്കട്ടെ ബഖാ, അല്ലാഹുവിന്റെ ബഖാ മനസ്സിലാക്കിയാൽ നശിക്കാതിരിക്കുക, അവശേഷിക്കുക എന്ന ഈ സിഫത്ത്, നശിക്കാതിരിക്കുക എന്ന സെൽബിയായ സിഫത്ത് ഓരോന്നും എണ്ണുന്നില്ല. മനസ്സിലാക്കിയാൽ ആരും ഏത് സാധനവും വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പണി കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ലൈഫ് എത്ര എന്നത് ചിന്തിക്കാതെ ആരും ഒരു കമ്പനിയുടെയും സാധനം വാങ്ങൂല. ലോക്കൽ പിന്നെ ഒരു വാങ്ങരല്ല. ലോക്കൽ വാങ്ങുന്നവരും ചിലപ്പോ മറ്റുള്ളവരോടൊക്കെ അന്വേഷിച്ച് ഇത്ര ലൈഫ് കിട്ടുമെന്ന് ചൈനയുടെ സാധനം വാങ്ങുമ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ ലിമിറ്റില്ലാത്ത അവസാനമില്ലാത്ത ലൈഫ് ആർക്കേ ഉള്ളൂ? അല്ലാഹു തആലാക്ക് മാത്രം. ഇങ്ങനെ വരുമ്പോൾ ആശ്രയിച്ചാൽ നഷ്ടപ്പെടാത്തത് അല്ലാഹു തആല മാത്രം എന്ന് ബോധ്യപ്പെടും. എപ്പോഴും ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും പറ്റിയവൻ അല്ലാഹു തആല മാത്രം. ബാക്കി ഏതിനെ പിടിച്ചാലും അത് നശിക്കും. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. അല്ലാഹു അല്ലാത്ത ഏതും നശിക്കുന്നതാണ്, ഒന്നിനും ശേഷിപ്പില്ല, ബഖാ ഇല്ല. വേണമെങ്കിൽ വജൂദുഹാ ബൈന അദമൈനി കമുൻഅദിമി അദമുൽ ലിഔവലിഹാ അദമുൽ ലിആഖിരിഹാ വജൂദുഹാ ബൈന അദമൈനി കമുൻഅദിമി. അല്ലാഹുവേതര സാധനങ്ങൾ ഏത് പരിശോധിച്ചാലും, ഈ ഭൗതിക ലോകത്തെ ഏത് വലുതിനെയോ ചെറുതിനെയോ പരിശോധിച്ചാലും, ദുനിയാവ് മുഴുവനും നോക്കിയാലും അദമുല്ലി അവലിഹ വഅദമുല്ലി ആഖിരിഹ,
കുറച്ച് മുമ്പ് അതില്ല. അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോഴാണ് ഉണ്ടായത്. സൃഷ്ടിച്ചതോ തന്റെ ഇറാദത്ത് കൊണ്ട് മാത്രം. വേറെ ഒരാൾക്കും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു തരത്തിലുള്ള ഇടപെടലോ സ്വാധീനമോ അധികാരമോ അവകാശമോ ഒന്നുമില്ലാതെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ ആദ്യം അതമുണ്ടായിരുന്നത് ശൂന്യതയിൽ നിന്ന് അത് ഉത്ഭവിച്ചു, അഥവാ അല്ലാഹു തആല ഉത്ഭവിപ്പിച്ചു. അതമുല്ലി ആഖിരിഹ, അതിന്റെ ബാക്കിലും അതമ് തന്നെ, ശൂന്യത. അതുകൊണ്ട് വുജൂദുഹാ ബൈന അദമൈനി കമുൻഅദിമി, മുമ്പും ശൂന്യത, ബാക്കിലും ശൂന്യത. അപ്പുറവും ഇപ്പുറവും അതമായപ്പോൾ, ഇല്ലായ്മയായപ്പോൾ ആ വുജൂദ്, ആ ഉണ്മ കമുൻഅദിമി, അതൊരു അദമ് ഉള്ളതുപോലെയാണ്, ഇല്ലാത്ത പോലെയാണ്. ഈ നിലക്ക് അവശേഷിക്കുന്നവൻ അല്ലാഹു തആല മാത്രമായതുകൊണ്ട് എന്നും എവിടെയും എപ്പോഴും ആർക്കും പ്രതീക്ഷിക്കാനും ആഗ്രഹിക്കാനുമുള്ളത് അല്ലാഹു തആല മാത്രം. ഞാൻ പറയുന്നത് ഈ സ്വഭാവം ഉൾക്കൊണ്ടവരാണ് കേരളത്തിലെ മഹാരഥന്മാർ. എണ്ണി പറയേണ്ടതില്ല. എനിക്ക് ഞങ്ങളുടെയൊക്കെ ശൈഖായ ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹുവിനെ നന്നായി പരിചയമുണ്ട്. എന്നെക്കാൾ പരിചയമുള്ള ശിഷ്യന്മാരില്ലാത്തതുകൊണ്ടല്ല കേട്ടോ. ഏറ്റവും നന്നായി ഇന്ന് അഫ്ഫാർ തഫ്ദീലാക്കിയിട്ടില്ല, നന്നായി പരിചയമുണ്ട്. അവരുടെ സ്വഭാവത്തിൽ നിന്ന് ഇത് നാം ഉൾക്കൊണ്ടിട്ടുണ്ട്. റഈസുൽ ഉലമയിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. റഈസുൽ ഉലമക്ക് നട്ടപ്പാതിരാ നേരത്ത് പാടാനുണ്ട്. ലൈതക തഹലു വൽ ഹയാതു മരീറതുൻ വലൈതക തർളാ വൽ അനാമു ഗിളാബു وليت الذي بيني وبينك عامر وبيني وبين العالمين خراب إذا صح منك الود يا غاية المنى فكل الذي فوق التراب تراب. ഈ ഒരു മാരിഫത്തിന്റെ അവസ്ഥയിലേക്ക് അല്ലാഹുവിനെ ഈ സിഫാത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ പിന്നെ അല്ലാഹു മദി എന്നതിടത്തേക്ക് എത്തുകയാണ്. അല്ലാഹു തആലയുടെ ഖിയാമും ബിന്നഫ്സ്. ഞാൻ പറയുന്നത് ഈ തസവ്വുഫൊക്കെ അഖീദയുടെ കിതാബുകളിൽ തന്നെ അയിമ്മത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഹിജ്റ 300കളിൽ രചിക്കപ്പെട്ട 380 വഫാത്ത് ഇമാം അബൂബക്കർ അൽ കിലാബാദി റഹ്മത്തുള്ളാഹി അലൈഹി അഖീദയിൽ തസവ്വുഫിൽ രചിച്ച ആദ്യകാല ഗ്രന്ഥങ്ങളെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ഗ്രന്ഥം അത്തഅറുഫ് ലിമദ്ഹബി അഹ്ലി തസവ്വുഫ്. തസവ്വുഫ് വിവരിക്കാൻ രചിച്ച കിതാബാണ് തഅറുഫ്. അതിൽ ഒരു 23 പരം അധ്യായങ്ങൾ അഖീദയാണ്, ഇൽമുൽ കലാം. നാം ശറഹുൽ അഖായിദിലും ഇവിടെ പരാമർശിക്കപ്പെട്ട ജൗഹറത്തു തൗഹീദിലും സനൂസിയിലും അതിന്റെ ശുറൂഹുകളിലും അങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീർക്കാൻ കഴിയാത്ത ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞ തസവ്വുഫിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, അതെ അഖീദയുടെ അടിസ്ഥാന കാര്യങ്ങൾ വിവരിക്കാനായി 23 പരം അധ്യായങ്ങൾ ആ തസവ്വുഫിന്റെ കിതാബിൽ കാണാം.
അപ്പൊ ഖിയാമും ബിൻ നഫ്സ് എന്ന സിഫത്തിനെ ചുരുക്കാണ്. ഖിയാമും ബിൻ നഫ്സ് എന്ന സിഫത്ത് വല്ലാത്തൊരു സിഫത്താണ്. അള്ളാഹുവിന്റെ സ്വയപര്യാപ്തത, സ്വയം നിലകൊള്ളുന്നവനാവുക എന്ന അള്ളാഹുവിന്റെ ആ സ്വഭാവം, ഈ സ്വഭാവം അതിലും മറ്റൊരാളും പങ്കുകാരാവുക എന്നത് അസാധ്യമാണെന്നത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാത്രം സിഫത്താണ് ഈ സ്വയം പര്യാപ്തത എന്ന ഖിയാമും ബിൻ നഫ്സ്. ഇത് വേറെ ആർക്കും എന്ന ഒരു സിഫത്ത് വിശ്വസിച്ചാൽ താനെ തവക്കുൽ വരുമെന്നാണ് സെനിയൂസിയുടെ ശറഹിൽ ഇമാം മുഹമ്മദ് അൽ മല്ലാലി റഹ്മത്തുള്ളാഹി അലൈഹി വിവരിച്ചിട്ടുള്ളത്. താനെ വരും. കാരണം ഖിയാമും ബിൻ നഫ്സിനെ മനസ്സിലാക്കുന്നതോടുകൂടെ അല്ലാഹു തആലയുടെ സമദീയത്ത് ബോധ്യപ്പെടുകയാണ്. എല്ലാ സാധനങ്ങളുടെയും മറ്റേത് അഗ്യാറിന്റെയും മുഴുവൻ വസ്തുക്കളുടെയും ആശ്രയ കേന്ദ്രവും എല്ലാ സാധനങ്ങളിൽ നിന്നും നിരാശ്രയത്വം സമ്പൂർണമായവനുമാണ് അല്ലാഹു തആല. ഇതുകൊണ്ട് അല്ലാഹുവിനെ നിലകൊള്ളാൻ ഒരു മക്കാനിന്റെ ആവശ്യം ഇല്ല. അർശ് അല്ലാഹുവിന്റെ സിംഹാസനമാവുക എന്നത് അഖ്ലിയായ മുഹാലാണെന്ന് ബോധ്യപ്പെടാൻ ഖിയാമും ബിൻ നഫ്സ് മാത്രം വിശ്വസിച്ചാലും മതി. ആ വിശ്വാസമില്ലാത്തത് കൊണ്ട് ബിദഈകൾ എന്തൊക്കെയോ പറയുന്നു. ഖിയാമും ബിൻ നഫ്സ് വിശ്വസിച്ചാൽ അല്ലാഹുവിന് അവയവങ്ങളില്ല എന്ന് ബോധ്യപ്പെടും. അവയവങ്ങൾ ഇല്ല എന്ന് ബോധ്യപ്പെടാൻ വഹദാനിയത്ത് വിശ്വസിച്ചാലും മതി. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ് വിശ്വസിച്ചാലും മതി. ഖിയാമും ബിൻ നഫ്സ് വിശ്വസിച്ചാൽ തന്നെയും മതി. മുല്ലാ ഹസനിൽ അത് സമർത്ഥിച്ചിട്ടുണ്ടല്ലോ, അവയവങ്ങളോ ഘടകങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവയ്ക്കിടയിൽ ഒന്നിനെ ആശ്രയിക്കുന്ന സ്വഭാവവും ഈ ഘടകങ്ങളാൽ മേടിച്ചു ചേർന്ന ഈ കുല്ല് മറ്റുള്ളതിനെ ആശ്രയിച്ചതും ആകേണ്ടി വരുമെന്നത് ആർക്കാണ് ചിന്തിച്ചാൽ മനസ്സിലാവാതിരിക്കുക? ഒരിക്കലും ഘടകങ്ങൾ, കൈകാലുകൾ, കണ്ണ്, വിരല് തുടങ്ങി വിധേയികൾ വാദിക്കുന്ന ഒന്നും അല്ലാഹു തആലാക്കില്ല. നാം ചെറുപ്പത്തിൽ പഠിക്കുന്ന ബാബു മാരിഫത്തി സൂറയിൽ ഈമാനിനെ 5 തരംതിരിച്ചപ്പോൾ അതിൽ ഒരു ഈമാൻ പറഞ്ഞത് ഈമാനുൻ മൗഖൂഫ്, സ്റ്റക്കായ ഈമാനാണ്. ആ ഈമാൻ അങ്ങോട്ട് അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നു പറയാൻ പറ്റൂല. അത് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതേതാ? ഈമാനുൽ മുബ്തദീൻ, അല്ലേ? മുബ്തദീങ്ങളുടെ ഈമാൻ. അപ്പൊ അത്തരത്തിലുള്ള ഈമാൻ ആവരുത് നമ്മുടേത്. അത് ഈമാനാവൂല. ഖിയാമും ബിൻ നഫ്സ് എന്ന ഈ സ്വയം പര്യാപ്തത എന്ന സിഫത്ത് ഉൾക്കൊള്ളുമ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ബോധ്യപ്പെടും. യാ അയ്യുഹന്നാസു അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ഓ ജനങ്ങളെ, നിങ്ങൾ മുഴുവൻ സർവകാര്യങ്ങളിലും അല്ലാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. ഒന്നിനെയും ഒരാളെയും ആശ്രയിക്കാത്ത നിരാശ്രയൻ ആര് മാത്രം? അല്ലാഹു തആല മാത്രം. ഇത് ബോധ്യപ്പെടുമ്പോൾ എൻ്റെ ഓരോ അംഫാസിലും ഞാൻ ശ്വസിക്കാനും എനിക്ക് ഓക്സിജൻ എടുക്കാനും എൻ്റെ മുഴുവൻ ഹറക്കത്തുകൾക്കും വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇമാം കിലാബാദി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് വിശദീകരിച്ചതാണ് 300 കളിൽ.
السماوات وما في الأرض لا يحيطون بشيء من علمه إلا بما شاء السماوات والأرض لا تظلم. ഈ ഖിയാമും ബിൻ നഫ്സ് വിശ്വസിക്കുന്നതോടുകൂടെ ഞാൻ ആരുമല്ല എന്ന ഒരു ബോധ്യം ഏത് വിശ്വാസിക്കും വരണം. എല്ലാം അല്ലാഹുവാണ്. എന്നെ ചലിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. എൻ്റെ ആന്തരികാവയവങ്ങളെ പടച്ചവനും അതിനെ പ്രവർത്തിപ്പിക്കുന്നവനും അല്ലാഹുവാണ്. ഞാനൊന്നും അറിയണില്ല. എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനും കഴിയൂല, പ്രവർത്തനം നിർത്താനും സാധിക്കില്ല. ബാഹ്യാവയവങ്ങളും അങ്ങനെ തന്നെ. എനിക്ക് ആവശ്യമായ ഉപഭോഗ വസ്തുക്കളും അങ്ങനെ തന്നെ. അതിൻ്റെ എല്ലാം സൃഷ്ടാവ് സംവിധായകൻ അല്ലാഹു തആല മാത്രം. എനിക്ക് കണ്ണു തുറന്നാൽ കാണാൻ പറ്റുന്നത് മുഴുവൻ ആ നിരാശ്രയനും എല്ലാവരുടെയും ആശ്രയ കേന്ദ്രവുമായ അല്ലാഹു തആലയിൽ നിന്ന് മാത്രം ഉത്ഭവിച്ചതാണ് എന്ന് ബോധ്യപ്പെടും. ഇത് ബോധ്യപ്പെടുമ്പോൾ പിന്നെ അല്ലാഹുവെ അവലംബിക്കാതിരിക്കൽ സാധിക്കില്ല. ആ അല്ലാഹുവിനെ സ്നേഹിക്കാതിരിക്കാനും സാധിക്കില്ല. കാരണം എനിക്ക് അവൻ തന്നുകൊണ്ടേയിരിക്കണം. തരലവന് നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം അല്ലാഹു അല്ലാത്ത മുഴുവൻ സാധനങ്ങളും ഏതാണ്? മുംകിനാണ്. ഫീറുൻ ലികുല്ലി മുംകിനിൻ കതർക്കി. ആരും അല്ലാഹുവിനോട് ഒന്നും ചോദിക്കാൻ കഴിയാത്തവരാണ്. ചോദ്യം ചെയ്യാൻ സാധിക്കൂല. ചോദ്യം ചെയ്യപ്പെടാനോ ഉള്ള ഒരു യോഗ്യതയും അല്ലാഹു തആലക്ക് അതുമില്ല. ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാരണങ്ങളും അല്ലാഹുവിൽ നിന്ന് ഉണ്ടാകലും അസാധ്യം. നീതി ഏത് എന്ന് പഠിപ്പിക്കേണ്ടത് അല്ലാഹു തആലയാണ്. ഓരോ സാധനങ്ങളെയും എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കേണ്ടത് സൃഷ്ടാവാണ്. അതുകൊണ്ട് സൃഷ്ടാവ് ക്രമീകരിച്ച നിയമങ്ങൾ, നിശ്ചയിച്ച റൂട്ട്, തീരുമാനങ്ങൾ, ഇതിനെ മറികടക്കാൻ എനിക്കോ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല എന്ന ബോധ്യം ഖിയാമും ബിൻ നഫ്സിനെ ഉൾക്കൊള്ളുന്നതോടെ വരണം. അല്ലാഹു തആല നമ്മുടെ വിശ്വാസം, ഈമാൻ സമ്പൂർണ്ണമാക്കി തരട്ടെ. അപ്പോ ഈ ഖിയാമും ബിൻ നഫ്സ് മനസ്സിലാക്കുന്നതോടുകൂടെ പിന്നെ എന്തിനും അല്ലാഹുവിനെ ആശ്രയിക്കുന്ന സ്വഭാവം വരുമ്പോ എന്ന് പറഞ്ഞാൽ ഓതിപ്പടിക്കരുത് എന്നല്ല പറഞ്ഞത്. അപ്പൊ താനെ ഓതിപ്പടിക്കും. ഞാൻ ശ്രമിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം ഞാൻ ഖിയാമും ബിൻ നഫ്സുള്ളവനല്ല. ഞാൻ എൻ്റെ സൃഷ്ടാവായ റബ്ബിനെ ആശ്രയിക്കുന്നവനായതുകൊണ്ട് റബ്ബിന്റെ ഓരോ ആജ്ഞകളും അനുസരിക്കാൻ കടപ്പെട്ടവനാണ്. അപ്പൊ റബ്ബിലേക്ക് ഖുർബിന്റെ അടുക്കാനും റബ്ബിന്റെ റിള നേടാനും സമ്പാദിക്കാനുമുള്ള ഒന്നാമത്തെ വഴിയാണ് ഇൽമ് എന്ന വഴി എന്ന് ബോധ്യമുണ്ടാകുമ്പോൾ ഇൽമ് നേടാനും തേടാനുമായി കഠിനാധ്വാനം ചെയ്യും. നിങ്ങളൊക്കെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന്, വളരെ ദൂര ദിക്കുകളിൽ നിന്ന് വന്നു ചേർന്നത് ഈ ഇൽമിനെ സ്നേഹിച്ച അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ഞങ്ങളോട് അനാദരവ് പെരുമാറി പൊരുത്തപ്പെടണം കേട്ടോ. അപ്പൊ ഈ ഖിയാമും ബിൻ നഫ്സ് ഉൾക്കൊള്ളുന്നതോടുകൂടെ മനുഷ്യന് താനെ തവക്കുൽ വരും. ഈ തവക്കുൽ വന്നത് നമുക്ക് പുറത്തേക്കൊന്നും പോവേണ്ട. നമ്മൾ കണ്ടനുഭവിച്ച ഉസ്താദുമാരിൽ നിന്ന് നമുക്ക് അനുഭവമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്.
കിതാബുകളൊക്കെ വായിച്ചതല്ലേ ഉണ്ടാവുള്ളൂ. ഇത് അനുഭവജ്ഞാനം കൊണ്ട് ഈ തവക്കുൽ ഞാൻ ഓതിയത്. അതുകൊണ്ട് അവിടുത്തെ ഉസ്താദന്മാരല്ല എനിക്ക് നേരെ അനുഭവിച്ചറിയാൻ പറ്റില്ല. വേറെ ഉസ്താദന്മാരെ പരിചയമില്ലാത്തത് കൊണ്ടല്ല, കൂടുതൽ രാവും പകലും ബഹറുൽ ഉലൂമിൽ നിന്ന് ആ തവക്കുൽ അനുഭവിച്ചിട്ടുണ്ട്. മർഹൂം ഖുദ്വത്തുൽ മുഅല്ലിഫീൻ വൈലത്തൂർ ബാവുസ്താദിൽ നിന്ന് ആ തവക്കുൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. റഈസുൽ ഉലമയിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഉസ്താദുമാരിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരാണ് ഔലിയാവ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. അവർ അള്ളാഹുവിനെ ഈ വിധത്തിൽ ഉൾക്കൊണ്ടവരായതുകൊണ്ട് വലിയ എന്ന് പറഞ്ഞാൽ ഖറുബ, അള്ളാഹുവിനോട് അത്ര വലിയ ഖുർബുള്ളവർ അവരായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു ത്വയ്ർ തഗ്ദു ഖിമാസൻ വതറുഉ ബിതാന. ഈ ഒരു ഖിയാമും ബിൻ നഫ്സ് ഉൾക്കൊള്ളുന്നതിന്റെ ഫലമാണ് തവക്കുൽ. ആ തവക്കുലുണ്ടായാൽ പിന്നെ ഈ ബാക്കിയെ ഒഴിവാക്കി ഫാനിയെ തേടുകയില്ല. ഹിക്കമിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മുത്തഅല്ലിമീങ്ങൾ വായിക്കും ഇൻഷാ അല്ലാഹ്. ഫൽഅജബു കുല്ലുൽ അജബി മിമ്മൻ യഹ്റുബു അമ്മൻ ലം ഫികാക ലഹു അൻ ويطلب ما لا بقاء له معه. ഈ ഒരു ഈമാൻ കലാമും തസവ്വുഫും കൂടെ മേളിച്ചപ്പോൾ മഅരിഫത്ത് ഉൾക്കൊണ്ട ആ മഹാനായ സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവർക്ക് വലിയ മഹാത്ഭുതമായി അനുഭവപ്പെടുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും വലിയ അത്ഭുതം മിമ്മൻ യഹ്റുബു അമ്മൻ ലം ഫികാക ലഹു അൻ. ഒരിക്കലും ഇവന് പിരിയാൻ സാധിക്കാത്ത അല്ലാഹു തആല, ആ അള്ളാഹുവെ വിട്ട് ഓടിക്കളയുന്നവന്റെ കാര്യം വല്ലാത്ത അത്ഭുതം. എങ്ങോട്ടാ ഓടുക? അള്ളാഹു തആലയിൽ നിന്ന് ഓടാൻ ശ്രമിച്ചാൽ അള്ളാഹുവിലേക്ക് തന്നെ ഓടാൻ കഴിയുള്ളൂ, വേറെ എങ്ങോട്ട് ഓടാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ഫൽയഖ്റുജ് മിൻ തഹ്തി സമായി, ആകാശത്തിന്റെ ചുവട്ടിൽ ജീവിക്കാൻ കഴിയൂല, പിന്നെ എവിടെ ജീവിക്കാം? അപ്പൊ അതുകൊണ്ട് തന്റെ ഇടമുള്ളവർ, ബുദ്ധിയുള്ളവർ അത് ഉൾക്കൊണ്ടു. നമ്മളെയും അത്തരത്തിലുള്ള ശരിയായ ബുദ്ധിയുള്ളവരായി അല്ലാഹു തആല വളർത്തി തരട്ടെ. അതിന് ഈ സംഗമം കാരണമാക്കി തരട്ടെ. എന്താ ഏറ്റവും വലിയ അത്ഭുതം? അല്ലാഹു ആകുന്ന ഒരു നിലക്കും മനുഷ്യന് പിരിയാൻ പറ്റാത്തത് അല്ലാഹു തആല. ബിദായത്തുൽ ഹിദായയിലോ ഇവിടുന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്, ഇലം അന്ന സാഹിബക അല്ലദീ ലാ യുഫാരിഖുക ഫീ സഫരിക വഹളരിക വഫീ നൗമിക വയഖദതിക ബൽ ഫീ ഹയാതിക വമൗതിക ഇന്നമാ ഹുവ റബ്ബുക വഖാലിഖുക. ശരിയായി നീ ചിന്തിച്ചാൽ നിനക്ക് തന്നെ സ്വയം ബോധ്യപ്പെടും, നിന്റെ ആത്മകൂട്ടുകാരൻ എന്ന് പറയാൻ പറ്റിയവൻ അല്ലാഹു തആല മാത്രം. എന്തുകൊണ്ട്? നിന്റെ പല കൂട്ടുകാരും നാട്ടിലുള്ളവരാണെങ്കിൽ സ്ഥാപനത്തിലേക്ക് നീ വരുമ്പോ കൂട്ടുകാർ നാട്ടിൽ അവരെ വിട്ടാണ് നീ പോരുന്നത്. സ്ഥാപനത്തിൽ നീ പഠിക്കുന്ന സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ നിന്ന് നീ വീട്ടിലേക്ക് പോകുമ്പോൾ അവരെ സ്ഥാപനത്തിൽ വിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവർ അവരുടെ വീട്ടിലേക്കും നീ നിന്റെ വീട്ടിലേക്കും പിരിയുന്നു. വേണ്ട, നീ ഉറങ്ങുമ്പോൾ
അവരെ നീ കാണുന്നില്ല. ഒന്നും വേണ്ട, ടോയ്ലറ്റ് പോകുമ്പോ കാണുന്നുണ്ടോ? ഇല്ല. ഉറക്കം ഉണർവ് വ്യത്യാസമില്ലാതെ രാവ് പകൽ ഭേദമന്യേ നിന്റെ കൂട്ടുകാരൻ ആര്? അല്ലാഹു തആല മാത്രം. അല്ല, ബൽ ഫീ ഹയാതിക വ മൗതിക, നിന്റെ ജീവിതത്തിലും മരണത്തിലും കൂട്ടുകാരൻ അല്ലാഹു തആല മാത്രം. ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോ പ്രത്യക്ഷമായി നിനക്ക് ഹെൽപ്പിങ്ങിന് കസ്ബ് ചെയ്യാൻ പലരും ഉണ്ടായേക്കാം. അവരുടേത് കേവലം കസ്ബാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. ആരെങ്ങനെ എന്ത് ഹെൽപ്പ് ചെയ്താലും അവരൊന്നും ആ ഹെൽപ്പിങ്ങിനെയും സൃഷ്ടിക്കണില്ല. അവർ നമ്മുടേക്ക് എത്തിച്ച വിഭവങ്ങളാണെങ്കിൽ അതിനെയും അവർ സൃഷ്ടിച്ചതല്ല. സൃഷ്ടിച്ചതാര് മാത്രം? അല്ലാഹു തആല മാത്രം. മഹാനായ ഇമാം അബുൽ ഹസനിൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് ആ ആശയം പഠിപ്പിച്ചു തന്നു. മനുഷ്യന്റെ ഖുദ്റത്ത് അറളാണ്. അറളിന് ബഖായില്ല. അതുകൊണ്ട് മനുഷ്യന്റെ കഴിവിന് ഒരു കഴിവും 2 സെക്കൻഡിൽ നിലനിൽക്കുന്നില്ല. ഇത് അശ്അരി ഇമാം ഉണ്ടാക്കിയതല്ല, നേരത്തെ പറഞ്ഞ പഴയ ആശയം പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ 300കളിൽ ജീവിച്ച് വഫാത്തായ ഇമാം കലാബീദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് സമർത്ഥിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഖുദ്റത്ത്, മനുഷ്യന്റെ ഖുവ്വത്ത് എന്ന് പറയുന്ന ഈ ഇസ്തിതാഅത്ത് അറളാണ്. അറളിന് നിലനിൽപ്പില്ല. നമുക്കത് ബോധ്യപ്പെടും. നമ്മുടെ കണ്ണിലേക്ക് വരുന്ന എനർജിക്ക് നിലനിൽപ്പില്ല, കാതിലേക്ക് വരുന്നതിനും നിലനിൽപ്പില്ല. ഇത് ബോധ്യപ്പെടുത്തി തരാൻ നമ്മുടെ പൂർവികർക്ക് അല്ലാഹു തആല സൃഷ്ടിച്ചു കൊടുത്തിട്ടില്ലാത്ത മാർഗം നമുക്ക് അല്ലാഹു സൃഷ്ടിച്ചു തന്നു. അവർക്ക് ഇതൊന്നുമില്ലാതെ, ഈ വൈദ്യുതി ഇല്ലാതെ തന്നെ അത് ബോധ്യപ്പെടുമായിരുന്നു. തൻ്റെ ഇടമുണ്ട്, ബുദ്ധിശക്തിയുണ്ട്. നമ്മൾക്ക് ഇതുണ്ടായിട്ടും ബോധ്യപ്പെടണില്ല. അപ്പൊ ഇതിലേക്ക് ഈ വയറിലൂടെ, വയറിന്റെ ഉള്ളിലുള്ള സൂക്ഷ്മമായ കമ്പികളിലൂടെ ഇടമുറിയാതെ, മൈക്രോ സെക്കൻഡ് ഇടമുറിയാതെ വൈദ്യുതിയെ അല്ലാഹു തആല കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. അതെങ്ങാനും മൈക്രോ സെക്കൻഡുകൾ ഇടമുറിഞ്ഞാണ് വരുന്നതെങ്കിൽ മിന്നിയിട്ട് നമുക്ക് പിന്നെ വെളിച്ചം വേണ്ടി വരില്ല. സ്വിച്ച് ഓഫ് ചെയ്യും, സഹിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഫാനിന്റെ ജെർക്കിങ് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് ആ ഒച്ചിമ്പിളിയായിട്ട് ഓഫാക്കുന്നത് ഇല്ലാതിരിക്കാൻ നല്ലതെന്ന് പറയും. അതേപോലെയാണ് നമ്മുടെ കണ്ണിലേക്ക് അല്ലാഹു തആല എനർജി കടത്തിവിടുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്നും കാണാൻ കഴിയൂല, മിന്നൽ മാത്രം. അല്ലാഹു തആല ഒരു കറണ്ട് ഫീസും അടയ്ക്കേണ്ടി വരാതെ നമ്മിലേക്ക് എനർജികൾ മുഴുവൻ അവയവങ്ങളിലേക്കും ഉള്ളിലും പുറത്തിലും അല്ലാഹു തആല കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ആ അല്ലാഹു തആല മാത്രമാണ് ഖായിമുൻ ബിന്നഫ്സ്. ഇത് നമ്മുടെ ഏത് കഴിവ്, എത്ര വലിയ കഴിവാണെങ്കിലും ആ കഴിവിനെ അല്ലാഹു തആല അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പറയുമ്പോൾ കഥയില്ലാത്ത വഹാബികൾ മരിച്ചുപോയി തോന്നുന്നുണ്ട്. അബ്ദുൽ ജബ്ബാർ മുഗലവി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ കരിപ്പൂര് ഭാഗത്ത്. അയാൾ അപ്പപ്പോൾ എന്ന് പറഞ്ഞാണ്ട് കളിയാക്കി. ഒരു കഥയില്ല, ഈ വെളിച്ചം കണ്ട് പരിചയമില്ല. കുറച്ചൊക്കെ ഒരു വെളിച്ചം കണ്ട് പരിചയമുണ്ടായാൽ ഇത് ഉൾക്കൊള്ളാൻ കഴിയും. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. അവർക്ക് അനുഭവജ്ഞാനമില്ല, കണ്ടാലും മനസ്സിലാവില്ല. അമിയത്ത് അബ്സാറു എന്ന് പറഞ്ഞ പോലെ ഫുൾ അന്ധത. അപ്പൊ ഇങ്ങനെ ഈ ഖിയാമുൻ ബിന്നഫ്സിനെ നാം ഉൾക്കൊണ്ടാൽ നമുക്ക് പിന്നെ അള്ളാഹുവിനെ വിട്ടുപോകാൻ കഴിയൂല. വയത്റുബു
മാ ലാ ബഖാഅ ലഹു മഅ. അവന്റെ കൂടെ ശേഷിക്കാത്ത സാധനങ്ങളെ അള്ളാഹുവിനെ വിട്ട് തേടിപ്പിടിക്കുന്നു. ദുനിയാവിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ മാത്രം മതി, അള്ളാഹു വേണ്ട. ദുനിയാവ് വേണ്ട എന്നല്ല പറഞ്ഞു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. ദുനിയാവ് മിൻ ഹൈസു ഇന്നഹാ, ദുനിയാ വേണ്ട. ദുനിയാവിന്റെ ഓരോ അംശങ്ങളും അള്ളാഹുവിന്റെ മേലിൽ അറിയിക്കുന്ന ദലീലുകൾ. ആലമാണല്ലോ ഇതിന്റെ പേര്. എന്തുകൊണ്ട് ഈ പ്രപഞ്ച ലോകത്തിന് ആലം എന്ന് പേരിട്ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലികൗനിഹി അലാമത്തൻ അലല്ലാഹ്, അല്ലെങ്കിൽ അലാ സ്വാനിഹി. ഓരോ പുൽക്കൊടികളും മൺതരികളും ചെറുതും വലുതും മുഴുവൻ സൃഷ്ടാവാകുന്ന അള്ളാഹുവിനെ അറിയിക്കുന്ന തെളിവുകളാണ്. അതിൽ നിന്ന് ആ പാഠങ്ങൾ, സ്വാനിയെ സൃഷ്ടാവിനെ മനസ്സിലാക്കുക എന്ന പാഠം ഉൾക്കൊള്ളലാണ് സൃഷ്ടിയുടെ ബാധ്യത. ആ ഭാഗത്തേക്ക് നീങ്ങുന്നില്ല. അപ്പൊ ഖിയാമും ബിൻ നഫ്സ് ഉൾക്കൊണ്ടാൽ താനെ അള്ളാഹുവിന്റെ മേൽ തവക്കുലിലേക്ക് എത്തുമ്പോൾ അള്ളാഹു തആല നിർദ്ദേശിച്ച കാര്യങ്ങളെ ചെയ്യുമ്പോൾ അള്ളാഹു തആല സൃഷ്ടിച്ചു തരും എന്ന വിശ്വാസം. ഞാനതുണ്ടാക്കും നമുക്ക് പറയാൻ കഴിയൂല. നാം കീർത്തനക്ക് വഴിപ്പെടുക, അള്ളാഹു തആലയുടെ റിള തേടുക, കാര്യങ്ങൾ പറഞ്ഞത് മുഴുവൻ അനുസരിക്കുക, വിലക്കിയത് മുഴുവൻ വർജിക്കുക. അപ്പോൾ അള്ളാഹു തആല തരും. നമുക്കുള്ള സമാധാനം അർഹമുർ റഹീമീനാണ് നമ്മളെ റബ്ബ് എന്നുള്ളതാണ്. ഇനി അള്ളാഹുവിന്റെ ഇൽമിനെ ചിന്തിക്കാം. സുബ്ഹാന റബ്ബി, അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ജമ്മുൽ ജവാമിന്റെ അവസാന ഭാഗം ജമ്മിന്റെ തല ഓതിയപ്പോൾ ഓതാത്ത മുത്താലിമികൾ ഉണ്ട് തോന്നുന്നുണ്ട്. ജമ്മുൽ ജവാമിയിൽ യഥാർത്ഥത്തിൽ 3 ഫന്നുകളുണ്ട്. ഉസൂലുൽ ഫിഖ്ഹും ഉസൂലുദ്ദീനാകുന്ന അഖായിദ് ഇൽമുൽ കലാമും തസവ്വുഫും. എന്നാൽ തസവ്വുഫിനെ വേറെ ഒരു ഫന്നായി എണ്ണിയില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടിയായി ഇമാം മഹല്ലി തങ്ങൾ അൽ കലാമു ഫിൽ മുഖദ്ദിമാത്തിന്റെയും മുമ്പ് വസബഅതി കുതുബിൻ എന്നതിനെ വിശദീകരിച്ചപ്പോൾ അൽ മുഖ്തതമി ബിമാ യുനാസിബുഹു മിന തസവ്വുഫ്, ഇൽമുൽ കലാമിനോട് വളരെ യോജിച്ചിട്ടുള്ളതാണ് തസവ്വുഫ് എന്നതുകൊണ്ട് ഇൽമുൽ കലാമിന്റെ വിശ്വാസശാസ്ത്രത്തിന്റെ ഖാത്തിമയായി ആണ് തസവ്വുഫിനെ ഇമാം സുബ്കി തങ്ങൾ ജമ്മുൽ ജവാമിയിൽ ഉൾപ്പെടുത്തിയത്. വിശ്വാസം ശരിയായ തസവ്വുഫ് താനെ ഉണ്ടാകുന്നത്. രണ്ടും ഖൽബ്, മനസ്സ് ഉൾക്കൊള്ളേണ്ട സ്വഭാവ ഗുണങ്ങളും ആദർശങ്ങളുമാണ്. മനസ്സുൾക്കൊണ്ടാൽ താനെ അവയവങ്ങളിലേക്ക് അത് പ്രതിഫലിക്കും. അപ്പൊ അല്ലാഹു തആലയുടെ ഇൽമ്, ഈ ഇൽമിനെ നമ്മൾ വിശ്വസിച്ചാൽ പിന്നെ നമുക്ക് അല്ലാഹുവിന്റെ അതൃപ്തിയിൽ ചലിക്കാൻ, ചിന്തിക്കാൻ വരെ കഴിയൂല. അത് വിവരിച്ചപ്പോ നേരത്തെ പറഞ്ഞ ഇമാം മല്ലാരി തങ്ങൾ ഒരായത്ത് ഓതി. യഥാർത്ഥത്തിൽ അത് വായിക്കുമ്പോ, ഓതുമ്പോ നമ്മൾ തരിച്ചു പോകും. നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. കുറച്ചു നേരം സ്തംഭിച്ചു പോയി. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹുവിന്റെ ഇൽമു വിശദീകരിച്ച് വലഖദ് ഖലഖ്നൽ ഇൻസാന, സത്യമാണ്, തീർച്ച
അല്ലാഹു പറയുന്നു, നമ്മുടെ അപാരമായ കഴിവ് കൊണ്ട്, നമ്മുടെ അളമത്ത് കൊണ്ട്, കിബിരിയായ കൊണ്ട്, മഹത്വം കൊണ്ട്, വലിപ്പത്തരം കൊണ്ട് മാത്രമാണ് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വേറെ ഒരാൾക്കും ഒരു മനുഷ്യന്റെയും സൃഷ്ടിപ്പ് അവകാശപ്പെടുക സാധ്യമല്ല. അവകാശപ്പെട്ട് വരട്ടെ, ചോദിക്കും അവനോട്, നീ ഇയാളിൽ എത്ര സെല്ലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാളുടെ ഓരോ അവയവങ്ങളിലും നീ ഘടിപ്പിച്ച സെല്ലുകൾ എത്ര, ബ്ലഡിന്റെ ഓരോ തുള്ളികളിലും നീ നിക്ഷേപിച്ച അണുക്കൾ എത്ര, ഓരോന്നിലും നീ വെച്ച ഇലക്ട്രോണുകൾ എത്ര, ന്യൂട്രോണുകൾ എത്ര, പ്രോട്ടോണുകൾ എത്ര, ചോദിക്കൂ, പറയട്ടെ. വലഖദ് ഖലഖ്നൽ ഇൻസാൻ. അതുകൊണ്ട് ഒരു പ്രപഞ്ചലോകമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന, ആലമെന്ന് പഠിച്ചവർ വിശേഷിപ്പിച്ച ഓരോ മനുഷ്യ ശരീരത്തിനെയും അകവും പുറവും ഈ വിധം സംവിധാനിച്ച് സൃഷ്ടിച്ചവൻ നാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ മുഴുവൻ മന്ത്രങ്ങളെയും നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടെ മാളിയാക്കിയെങ്കിൽ ഹാലിന്റെ അർത്ഥത്തിനുള്ള മുളാരിയാണ്. ഓരോ സമയങ്ങളിലും ഘട്ടങ്ങളിലും നാം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ മന്ത്രങ്ങൾ മുഴുവൻ. എണീറ്റ് നാളൊരു സലാത്തല്ലാണ്. അകവും പുറവും ഈ വിധം സൃഷ്ടിച്ചത് നാം മാത്രമാകയാൽ അവന്റെ മനസ്സിന്റെ ഓരോ മന്ത്രവും നാം അറിയുന്നുണ്ട്. അവന്റെ സ്വന്തം ശരീരത്തിലെ മെയിൻ നാഡിയാകുന്ന കണ്ടനാടിയേക്കാൾ അവനോട് നാം അടുത്തവനാണ് എന്ന അടുപ്പം ഈ ശാരീരികമായ അടുപ്പമല്ല എന്ന് പറയേണ്ടതില്ല. ഇജാതി ഈ മണ്ണുകൊണ്ട് പടച്ച ഈ നിസ്സാര സാധനത്തിനോടൊന്നും അടുത്ത് നടന്ന് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റണ നിസ്സാര സാധനമല്ല അല്ലാഹു തആല. എല്ലാം നമ്മൾ അറിയുന്നു എന്ന ആയത്ത് പറഞ്ഞ് ഇമാം മല്ലാരി തങ്ങൾ ഫീ ഹാദിഹിൽ ആയത്തി റൂഉൽ ലിൽ ഖൽഖ്, സൃഷ്ടികളെ മുഴുവൻ ബേജാറാക്കുന്ന ആയത്താണ്. അല്ലാഹുവേ, മനസ്സിന്റെ ഉള്ളിലെ മന്ത്രം വേറെ ഒരാളും അറിയാതെ ഇവൻ സ്വന്തം ചെയ്യുന്ന ചിന്തകൾ, വിചാരങ്ങൾ, തീരുമാനങ്ങൾ പടച്ച റബ്ബ് അറിയുന്നുവെങ്കിൽ പ്രത്യക്ഷമായി അവനിൽ നിന്നുണ്ടാകുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും അല്ലാഹു അറിയാൻ ഏറ്റവും തരപ്പെട്ടതാണല്ലോ എന്ന ബോധം ഈ ഒരായത്ത് ഉൾക്കൊണ്ടവന്, അതെ അല്ലാഹുവിന്റെ സിഫത്താകുന്ന ഇൽമു ഉൾക്കൊണ്ടവന് വരുമ്പോൾ മനസ്സ് നന്നാക്കാനും അവന് സാധിക്കും, പ്രവർത്തനങ്ങൾ നന്നാക്കാനും സാധിക്കും, വാക്കുകൾ നന്നാക്കാനും സാധിക്കും. പിന്നെ അവനിലേക്ക് കിബർ കയറി വരൂല, വിജുബും കയറി വരൂല, റിയാവും കയറി വരൂല, അസൂയയും കയറി വരൂല. ഇവനെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവനെ നരകത്തിന്റെ ഹതബ് വിറകാക്കുന്ന ഒരു വേണ്ടാത്തരങ്ങളും അവരിലേക്ക് കടന്നു വരൂല. എന്ത് തിന്മ ചെയ്യണമെങ്കിലും മനസ്സ് പ്ലാൻ ചെയ്യണമല്ലോ. അൽ ഖൽബു മരിക്കുൻ മുത്താൾ വല്ലല്ലാഹു റഈയത്തു.
ഇവന്റെ മനസ്സ് ഒരു തിന്മയെയും പ്ലാൻ ചെയ്യൂല. എത്ര അതീവ രഹസ്യ കേന്ദ്രത്തിലാണെങ്കിലും തിന്മ ചെയ്യാൻ അവന് സാധിക്കൂല. അള്ളാഹു അറിയുന്നു എന്ന ബോധമുണ്ടാകും. ഈ ഇൽമ് എന്ന സിഹത്ത് നമ്മൾ ഉൾക്കൊള്ളണം. ഇനി വേണ്ട, ഇൽമ് വളരെ വിശാലമാണ്. അള്ളാഹുവിന്റെ ഇൽമ് നമ്മൾ വിശദീകരിക്കണം. അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ എത്തണം. എത്തിയാൽ ആഴം കണ്ടെത്താൻ കഴിയൂല എന്നതൊരു കാര്യം. വലിയ വലിയ ആരിഫ്യങ്ങൾ അത് വർണ്ണിച്ചിട്ട് അവര് തോറ്റ രംഗങ്ങളാണുള്ളത്. അത്രയും വിശാലമായതുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ തയ്യാറാവണം. ചിന്തിച്ച് ചിന്തിച്ച് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തണം. നമ്മൾ മൂല്യന്മാരാണെങ്കിൽ ഒരു ശരിയായ മുഅ്മിനീങ്ങൾ നമ്മളാവണം, മുസ്ലിമീങ്ങളാവണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി വേണ്ട അല്ലാഹുവിന്റെ സമഅ് ബസർ. സുബ്ഹാന റബ്ബി. അല്ലാഹു തആല എന്തിനെ കേൾക്കുന്നു? ലികുല്ലി മൗജൂദിൻ. അല്ലാഹു തആലക്ക് കേൾക്കാൻ ഉണ്ടായാൽ മതി. ശബ്ദം വേണോ? വേണ്ട. ഇത് തസവൂഫിന്റെ അയിമത്തല്ല, അഖീദയുടെ അയിമത്ത് തന്നെ സമർത്ഥിച്ചിട്ടുള്ളതാണ്. അഖീദയുടെ കിതാബുകളിൽ കേൾക്കാൻ ശബ്ദം വേണ്ടതില്ല എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. കരീമുല്ലാഹിയാണല്ലോ ഈസാ അലൈഹിസ്സലാം. മനുഷ്യനാണ്, അല്ലാഹുവല്ല, ഇലാഹല്ല. അവർ ശബ്ദമില്ലാതെ കേട്ടു. അല്ലാഹുവിന്റെ കലാം, അല്ലാഹുവിന്റെ കലാം ഹർഫോ സൗത്തോ ഉള്ളതല്ല. ശബ്ദവും അക്ഷരവും അതെല്ലാം പുതിയതാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ശബ്ദങ്ങൾക്ക് നിലനിൽപ്പില്ല, അക്ഷരങ്ങൾക്ക് നിലനിൽപ്പില്ല. അവയുടെ സ്വഭാവം സേലാനാണ്, ഒഴുകിക്കൊണ്ടിരിക്കലാണ്. അതുകൊണ്ട് രണ്ടക്ഷരങ്ങളെ ഒരുമിച്ച് പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല. ഒന്ന് മുഴിഞ്ഞാൽ അത് പോയെങ്കിലേ അടുത്തത് വരൂ. അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ, ശബ്ദങ്ങളൊക്കെ ഹവാദിസ് സൃഷ്ടികളാണ്. എന്നാൽ ഈ ഹാദിസുകൾ, പുതിയത് ഖദീമിൽ നിൽക്കുകയില്ല. എന്തുകൊണ്ട്? മഹലുൽ ഹാദിസി ഹാദിസ്. പുതിയതിനെ സ്വീകരിച്ച സാധനങ്ങൾ മുഴുവൻ പുതിയതേ ആകാൻ പറ്റും. അല്ലാഹു തആലയാകുന്ന ഖദീം, അനാദ്യൻ, ഒരു പുതിയതിനെയും സ്വീകരിച്ചവനല്ല. അല്ലാഹു തആലയുടെ കലാമിന് ഹർഫുകളില്ല, ശബ്ദമില്ല. ഇത് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞ മൗഖൂഫായ ഈമാനുള്ള ബിദഈകൾക്ക് കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന മുഅ്തസിലത്ത് അവർക്ക് മനസ്സിലാവില്ല. ഒച്ചിമ്പുളി ഇല്ലാതെ എങ്ങനെ കലാമെന്ന് മനസ്സിലാവണില്ല. ഇറച്ചിമ്പുളി അല്ലെങ്കിൽ പിന്നെ ത്വാം എന്താന്ന് അവർക്ക് മനസ്സിലാവണുണ്ടാവില്ല. ത്വാം പറഞ്ഞാൽ വെറും ഇറച്ചിമ്പുളിയാന്ന് മനസ്സിലായവർക്ക്, ഇറച്ചിമ്പുളിയാണ് ത്വാം, അത് മാത്രം ത്വാം എന്ന് മനസ്സിലായവർക്ക്, അഥവാ വയറിന്റെ ഫുഡ് മാത്രം തിരിഞ്ഞവർക്ക് ഇത് തിരിയൂല. അത് തിരിയണമെങ്കിൽ റൂഹിന്റെ ഫുഡിനെ തിരിയണം, നഫ്സിന്റെ ഫുഡ് മനസ്സിലാകണം. അത് മനസ്സിലാകാനാകട്ടെ ബിദ്അത്ത് എന്നത് വലിയ തടസ്സമാണ്, ഹിജാബാണ് ബിദ്അത്ത്, മറയാണ്, വെറുതെ കയറി പറയല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഹർഫും സൗത്തും ഇല്ലാതെ, ശബ്ദവും അക്ഷരവും ഇല്ലാതെ ഒരു കലാമോ മനസ്സിലാവണില്ല. അല്ലാഹു തആലക്ക് അതുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞാലും സമ്മതിക്കൂല. അപ്പൊ ഹർഫ് സൗത്ത് ഇല്ലാത്ത കലാമിനെ മൂസാ നബി അലൈഹിസ്സലാം കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ആരായി? കലീമുല്ലാഹിയായി. ഈ കലാം അല്ലാഹുവിന്റെ ദാത്തിൽ നിൽക്കുന്നതാണ്. അല്ലാഹുവിന്റെ ദാത്തിനെ കാണുന്നുണ്ടോ? ഇല്ല, കാണാൻ പറ്റൂല എന്നല്ല, ഇവിടെ അത് കാണാനുള്ള പവർ അല്ലാഹു തആല ഒരാൾക്ക് മാത്രം കൊടുത്തു. ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
അല്ലാഹു തആല നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അല്ലാഹുമ്മ അരിനാ വജ്ഹകൽ കരീം. അതിനും ഈ ഇജ്തിമാഅ് അല്ലാഹു കാരണാക്കി തരട്ടെ. ഏറ്റവും വലിയ രസം അല്ലാഹു തആലനെ കാണുക എന്ന രസമാണ് എന്ന് ഹദീസുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖുർആൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ആ വുജൂഹിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തി തരട്ടെ. അതിന് നമ്മൾ നന്നായി മനക്കടണം, നല്ല ശ്രമം നടത്തണം. അപ്പോ അള്ളാഹുവിന്റെ ദാത്തിൽ നിൽക്കുന്ന കലാമിനെ മൂസാ നബി അലൈഹിസ്സലാം ആകുന്ന സൃഷ്ടി കേട്ടെങ്കിൽ വാജിബുൽ വുജൂദായ അല്ലാഹു തആല ഹർഫ് സൗത്തില്ലാതെ കേൾക്കുന്നു. അല്ലാഹു തആല കേൾക്കാൻ മൗജൂദായാൽ ഉണ്ടായാൽ മതി. അതുകൊണ്ട് ശബ്ദങ്ങളെയും അല്ലാഹു കേൾക്കും, തടികളെയും അല്ലാഹു തആല കേൾക്കും. മഖൂലാത്തുൽ അസ്റിൽപ്പെട്ട ഏതാണെങ്കിലും നമ്മൾ തസ്രീഹുൽ മന്തിഖ് പഠിച്ചല്ലോ. മഖൂലാത്തുൽ അസ്ർ സൃഷ്ടികൾ മുഴുവൻ അല്ലാഹുവിന്റെ ദാത്തും സിഫത്തുകളുമല്ലാത്ത ഏത് സാധനങ്ങളെ പരിശോധിച്ചാലും അജ്നാസുൻ ആലിയ എന്ന് പറയപ്പെടുന്ന 10 മഖൂലകളിൽ പെട്ടതായിരിക്കും. അതിന്റെ പുറത്തുള്ള ഒരു സൃഷ്ടിയില്ല. നമ്മുടെ ദൃഷ്ടിയിൽ അവകളിൽ പലതിനെയും കാണൂല. എന്നാൽ അല്ലാഹു തആല എല്ലാ ഹാലിലും എല്ലാ സമയത്തും എന്ന് പറയൽ അദബുകേടാവുമെന്ന് പേടിച്ചിട്ടാണ് എല്ലാ ഹാലും എന്ന് പറയുന്നത്. തിരക്ക് സമയമില്ല, സമയം അല്ലാഹുവിന്റെ സൃഷ്ടി. എല്ലാ ഹാലിലും അല്ലാഹു തആല എല്ലാ സാധനങ്ങളെയും കാണുന്നു. അറദിനെയും കാണുന്നു, ജൗഹറിനെയും കാണുന്നു. അറദിനാണല്ലോ 9 മഖൂലകൾ. ഇങ്ങനെ തടികളെയും ഗുണങ്ങളെയും ശബ്ദങ്ങളെയും അല്ലാത്തവയെയും മുഴുവൻ അല്ലാഹു കാണുന്നു, കേൾക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ സമഉം എല്ലാ മൗജൂദിനോടും ബന്ധിക്കും. അല്ലാഹു തആല കേൾക്കും. നമ്മളെ തടിയെ അല്ലാഹു കാണുന്നു, കേൾക്കുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്തകളെ അല്ലാഹു കാണുകയും ചെയ്യുന്നു, കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ മുഴുവൻ ചലനങ്ങളെയും അടക്കങ്ങളെയും അല്ലാഹു കാണുകയും ചെയ്യുന്നു, കേൾക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ സമഉം ബസറും മുഴുവൻ മൗജൂദിനെയും ബന്ധിക്കുന്നു എന്നാണ് ഇമാം അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചിട്ടുള്ളത്. അതേസമയം ഇൽമാകട്ടെ, ഇൽമ് മൗജൂദിനെയും മഅദൂമിനെയും എല്ലാത്തിനോടും ബന്ധിക്കും. ഇൽമിന്റെ തഅല്ലുഖ് ആമാണ്, ഉമൂമു തഅല്ലുഖ് ഉള്ളതാണ്. എന്തിനെ? ബികുല്ലി വാജിബിൻ വമുംകിനിൻ വമുംതനീൻ. എല്ലാ അസാധ്യമായ കാര്യങ്ങളോടും മുംകിനായ കാര്യങ്ങളോടും നിർബന്ധമായതിനോടും മുഴുവനോടും ബന്ധിക്കുന്നതാണ് ഇൽമ്. മുമ്പൊരു പേഴ്ച കക്ഷികൾ അല്ലാഹു തആലാക്ക് അല്ലാഹുവിനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ മന്തിഖിന്റെ കിതാബായി നമ്മൾ ഓതുന്ന ഖാദി മുബാറക്കിന്റെ മിൻഹിയയിൽ ശക്തമായ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ആവശ്യമായ തസവൂഫും അഖീദയും കിട്ടണമെങ്കിൽ വെറും അഖീദന്റെയും തസവൂഫിന്റെ കിതാബും മാത്രം പഠിച്ചാൽ പോരാ. ശരിക്ക് അവ്വലു വാജിബിൻ അലൽ ഇൻസാനി മഅരിഫത്തുൽ ഇലാഹി ബിസ്തിഖാനി. ഒന്നാമത്തെ വാജിബ് സൃഷ്ടാവായ അല്ലാഹുവിനെ അറിയലാണ്. എന്തുകൊണ്ട്? അതിനാണ് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ജമ്മുൽ ജവാമിന്റെ തസവൂഫിന്റെ ചർച്ച തുടങ്ങുമ്പോൾ ആദ്യത്തെ ചർച്ച മനുഷ്യന്റെ ഒന്നാമത്തെ വാജിബേത് മഅരിഫത്താണ്. അല്ല, ആ മഅരിഫത്ത് ലഭിക്കാൻ ആവശ്യമായ ചിന്തയാണ് എന്ന് പറഞ്ഞവരുമുണ്ട്. രണ്ടും തമ്മിൽ എതിരല്ല. ചിന്തിക്കണം, അറിയാൻ. ഒന്നാമത്തെ വാജിബ് മഅരിഫത്ത്.
എന്നാൽ ഒന്നാമത്തെ വാജിബ് മാരിഫത്താണെന്ന് തസൗഫിന്റെ കിതാബിൽ പറഞ്ഞ പോലെ അഖീദന്റെ കിതാബിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ജൗഹറത്തു തൗഹീദ് ഉൾപ്പെടെയുള്ള കിതാബുകളിൽ അതുണ്ട്. അപ്പോ ഒന്നാമത്തേത് ആകുന്ന മാരിഫത്ത്. ഈ മാരിഫത്ത് നേടാൻ കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചത് മുതലായി. എന്തുകൊണ്ട്? നമ്മൾ എന്തിനാണ് ജനിച്ചതെന്ന് ചോദിച്ചാൽ മാരിഫത്ത്. ആരാ പറഞ്ഞത്? സൃഷ്ടാവ് പറയുന്നു, ഖലഖതുൽ ഖൽഖ ലിയരിഫൂനി, സൃഷ്ടികളെ മുഴുവൻ ഞാൻ പടച്ചത് അവർ എന്നെ അറിയുക എന്ന ആ രസം, ആ സുഖം ആസ്വദിക്കാനാണ്. അള്ളാഹുവിനെ അറിഞ്ഞവരുടെ ആസ്വാദനമാണ് നേരത്തെ ഞാൻ പാടിയത്. ജീവിതം മുഴുവൻ കൈപ്പാകട്ടെ, പടച്ചവനെ നീ എനിക്ക് മധുരമായി കിട്ടിയാൽ അത് മതിയായിരുന്നു. ജനങ്ങൾ മുഴുവൻ കോപിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല, നീ എന്നെ റിള ചെയ്താൽ മതി. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയാനും പേടിയാണ്. അള്ളാഹുവിന്റെ റിളവാൻ എന്നതിന് തൃപ്തി എന്നർത്ഥം വെക്കാൻ പറ്റുമോ? പടച്ചോനറിയാം. നമ്മൾ തൃപ്തി എന്ന അല്ലെങ്കിൽ പ്രീതി എന്ന ഈ ഒരു മലയാള വാക്കിൽ സങ്കുചിതപ്പെടുത്താൻ പറ്റിയതല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റിളവാൻ എന്നത്. റിളവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അതിന് പരിഭാഷ ചെയ്യേണ്ട ആവശ്യമില്ല. ഉസ്താദുമാർ ചെയ്തേക്കാം തഖരീബൻ നിലൽ അഫ്ഹാം, അങ്ങനത്തെ അടുത്തൊക്കെ അങ്ങനെയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ. മീസാൻ ഓതുമ്പോ ലമീർ ദറോ ഹുവാന്ന്, ഫഅലയിൽ ഹുവ അറിഞ്ഞ ലമീർ ഉണ്ടാകൽ മുഹാലാണ്. കാരണം ഹുവ ബാരിസായ ലമീറാണ്, ഫഅലയിൽ ലമീറോ മുസ്തതിറാണ്. മുസ്തതിറിന് ശബ്ദം ഉണ്ടാവൂല. മാ ലൈസ ലഹു സൂറത്തുൻ ഫിൽ ലഫ്സ്, മുസ്തതിറിന് അക്ഷരം ഉണ്ടാവൂല, ശബ്ദം ഉണ്ടാവൂല. ബാരിസിനെ അക്ഷരം ഉണ്ടാവുള്ളൂ. ലമീർ ദറോ ഹുവ തുടക്കക്കാരന് അത്രേ പരിചയപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് തഖരീബൻ നിലൽ അഫ്ഹാം അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ പോലെ ആണ് നാം ഇതിനൊക്കെ മലയാള പരിഭാഷ ചെയ്യുന്നത്. അപ്പോൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിളവാനെ റിളാന്ന് മാത്രം പ്രയോഗിച്ചാൽ മതി. ആ ഒരു റിള ഇതാണ് നാം നേടേണ്ടത്. അപ്പൊ എന്തിന് ജനിച്ചു എന്ന് ചോദിച്ചാൽ സൃഷ്ടിച്ചവൻ പറയുന്നു, ഖലഖതുൽ ഖൽഖ ലിയരിഫൂനി അലൈതക തർളാ വൽ അനാമു ഖിളാബ് ലൈതല്ലദീ ബൈനി വബൈനക ആമിറു വബൈനി വബൈനൽ ആലമീന ഖറാബ്. അല്ലാഹുവേ, ഞാനും നീയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധം സുഭദ്രമായി നല്ല നിലയിൽ പരിപാലിച്ച് നിലനിർത്തിപ്പോരാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് മുഴുവൻ നശിച്ചു പോയാലും എനിക്കൊരു ബേജാറുമില്ല. എന്തുകൊണ്ട്? ഇദാ സഹ മിൻകൽ വുദ്ദു യാ ഗായതൽ മുനാ ഫകുല്ലു അല്ലദീ ഫൗഖ തുറാബി തുറാബ്. എല്ലാ ആഗ്രഹങ്ങളുടെയും ആവശ്യങ്ങളുടെയും എന്തായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള ഉത്ഭവസ്ഥാനമായിട്ടുള്ള പടച്ച റബ്ബേ, നിന്റെ ശരിയായ ബുദ്ധി. എങ്ങനെ ആ ബുദ്ധിന് അർത്ഥം വെക്കാൻ കഴിയൂല. സ്നേഹമുണ്ടാകാൻ ഖൽബ് വേണ്ടേ? ഇത് അല്ലാഹുവിന് അസംഭവ്യമാണ്, അസാധ്യമാണെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അല്ലാഹു തആലയുടെ നമ്മോടുള്ള മഹബത്തിനും ബുദ്ധിനും അതും അർത്ഥം വെക്കാൻ കഴിയൂല. നമുക്ക് അങ്ങോട്ടുള്ളതിന് സ്നേഹം എന്നൊക്കെ പറയാം, അത് മനസ്സിന്റെ സ്വഭാവമാണ്. അല്ലാഹു തആല മനസ്സില്ലാതെ എല്ലാം ചെയ്യാനും അറിയാനും ഹാർട്ടും ബ്രെയിനും ഇല്ലാതെ എന്തും ചെയ്യാൻ കഴിവുള്ള അജയ്യനാകയാൽ, അതേ നേരത്തെ പറഞ്ഞ ഖായിമുൻ ബിൻ നഫ്സാകയാൽ അല്ലാഹു തആലക്ക് ഈ സ്നേഹമല്ല മഹബത്ത് ബുദ്ധി അതാണുള്ളത്. അത് കിട്ടിയാ പിന്നെ ബാക്കിയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഒക്കെ ഈ മണ്ണിലുള്ളത് മണ്ണുകളല്ലേ, നിസാരപ്പെടുത്തല്ല. അള്ളാഹുവിനെ അപേക്ഷിച്ച് ഒക്കെ മണ്ണുകളല്ലേ.
ഇത് ആ മാരിഫത്ത് നേടിയ മഹാന്മാരുടെ സ്വഭാവമാണ്. അങ്ങനത്തെ ഒരുപാട് മഹാന്മാരെ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ കണ്ടത് നമുക്ക് എണ്ണിപ്പറയാൻ സാധിക്കും. ഇപ്പോഴും ഉണ്ടാവും, പക്ഷെ അന്നുള്ള അത്ര ഇപ്പൊ കാണാൻ കഴിയൂല എന്ന് മാത്രം. ഇമാം യാഫി തങ്ങൾ പറഞ്ഞ പോലെ അപ്പോ ഈ ഒരു അള്ളാഹുവിന്റെ മാരിഫത്ത് ലഭിക്കുക, വിശ്വാസമുറക്കുക, അള്ളാഹുവിലേക്ക് താല്പര്യം, ആഗ്രഹം വർദ്ധിക്കുക എന്ന വലിയ നേട്ടം ഇതുകൊണ്ട് നമുക്കുണ്ടാവണം. നിശ്ചയിച്ച സമയം കഴിഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതെത്ര പറഞ്ഞാലും തീരാത്തൊരു വിഷയമാണ്. അല്ലാഹു തആല നന്നായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പൊന്നുമക്കൾ കിതാബുകൾ ഓതുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള ചിന്തകൾ, ഈ ചിന്തകളിലൂടെ കടന്നു പോകണം. ആ നിലക്ക് കിതാബുകൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ പറയുന്നു, അൽഫിയയുടെ ഖത്റുന്നദയുടെ ശവാഹിദ് ബൈത്ത് വരെ ഈ വിധത്തിൽ അള്ളാഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിനും മാരിഫത്തിനും പറ്റും വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളെ ബാധ്യതയാണ്. നമ്മളിങ്ങനെ ആരാൻ്റെത് പറ്റി ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോയാൽ പോരാ, കടമ വീടൂല, തിന്നതും ഹലാലാവൂല. ഈ പച്ച പാവങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ഓരോരുത്തരും നമ്മളെ ഇയാവുസന്നെ സഹായിക്കുന്നത് നമുക്കറിയാം. കഷ്ടപ്പെട്ട് ഊണും ഉറക്കും ഒഴിച്ച് അവിടെ പോയി ഇവിടെ പോയി അവിടെ ബിസിനസ് ചെയ്ത് ഇവിടെ കച്ചവടം ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ തീറ്റിപ്പോറ്റുന്നത്. നമുക്ക് വലിയ ബാധ്യത ഉണ്ട്. അവര് തീർച്ചയായും വിചാരിക്കുന്നത് അവരെയും കൂടി നമ്മൾ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞ അനുഭവമുണ്ട്. അത് പറയേണ്ട വേദിയല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. നന്നായി അത് ഉൾക്കൊണ്ട് പഠിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത്, എൻ്റെ അടുത്ത് അപമര്യാദ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം, ദ്വാരക്കണം. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.